കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒക്ടോബറിൽ പുതിയ കപ്പലുകൾ പുറത്തിറക്കുന്നു. ഒരു സുവർണ നിക്ഷേപ അവസരമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ, അതോ നാളെ ഒരു പുതിയ നിക്ഷേപത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം ഒക്ടോബർ 18-ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് 3 അത്യാധുനിക കപ്പലുകളാണ് നീറ്റിലിറക്കുന്നത്. ഇത് വെറും ഒരു കപ്പലിനെ നീറ്റിലിറക്കൽ മാത്രമല്ല, നിങ്ങളുടെ പോർട്ട്ഫോളിയോയും വിജയകരമായിട്ട് മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരു സുവർണാവസരം കൂടിയാണ്. എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ? എങ്ങനെയാണ് ഈ വാർത്തയെ നിങ്ങളുടെ നിക്ഷേപത്തിന് ഗുണകരമാക്കി മാറ്റാൻ കഴിയും? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. കഴിഞ്ഞ ആഴ്ച കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് പുറത്തു വന്ന വാർത്തയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 2025 ഒക്ടോബർ 18-ന് ഒരേ ദിവസം 3 അത്യാധുനിക കപ്പലുകളാണ് കൊച്ചി കായലിന്റെ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇത് വെറും ഒരു കപ്പലിറക്കൽ ചടങ്ങല്ല, മറിച്ച് ഇന്ത്യയുടെ സമുദ്ര മേഖലയിലും പ്രതിരോധ രംഗത്തും എന്തിന് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ പോലും വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ തുടക്കമാണ്. ഈ 3 കപ്പലുകൾക്കായിട്ട് ഏകദേശം 2000 കോടി രൂപയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തേത് നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ടുള്ള 78 മീറ്റർ നീളമുള്ള ഒരു ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്, KSWC. 896 ടൺ ഭാരമുള്ള ഈ കപ്പൽ കടലിനടിയിലെ ശത്രു നീക്കങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ഏറ്റവും പുതിയ ടോർപിഡോകൾ, ആഴം കുറഞ്ഞ വെള്ളത്തിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ സെൻസറുകൾ, മെയിൻ ലൈൻ സംവിധാനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. കാലഹരണപ്പെട്ട പഴയ കോർവെറ്റുകൾക്ക് പകരമായാണ് ഇത് വരുന്നത്. നമ്മുടെ തീരപ്രദേശങ്ങളിലെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിയും. കൂടാതെ മെച്ചപ്പെട്ട ഓട്ടോമേഷൻ സംവിധാനങ്ങളും ദീർഘനേരം കടലിൽ തങ്ങാനുള്ള ശേഷിയും ഈ കപ്പലിന്റെ പ്രത്യേകതകളാണ്. താഴ്ന്ന ക്രാഫ്റ്റ് ഹൾ, ടോവ്ഡ് ഹൾ മൗണ്ടഡ് സോണാറുകൾ എന്നിവ തീരദേശ പരിസ്ഥിതിക്ക് അനുയോജ്യമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് 93 മീറ്റർ നീളമുള്ള ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് മെഥനോൾ റെഡി കമ്മീഷനിങ് സർവീസ് ഓപ്പറേഷൻ വെസലാണ്. ഇത് ഓഫ്ഷോർ വിൻഡ് എനർജി മേഖലയ്ക്ക് വേണ്ടിയാണുള്ളത്. അതായത് കടലിൽ സ്ഥാപിക്കുന്ന കാറ്റാടിപ്പാടങ്ങളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും വേണ്ടിയുള്ള അത്യാധുനികമായിട്ടുള്ള ഒരു കപ്പൽ. ലിഥിയം ബാറ്ററികൾ ഉപയോഗിച്ചുള്ള ഹൈബ്രിഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം, മെഥനോൾ പോലെയുള്ള പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറായ എഞ്ചിനുകൾ, മെഷൻ കമ്പൻസേറ്റഡ് ഗാങ്വേ തുടങ്ങിയ സവിശേഷതകളോടെയാണ് ഇത് വരുന്നത്. 120 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സൈലന്റ് ആയിട്ടുള്ള ശബ്ദ നിയന്ത്രണ സംവിധാനങ്ങളും ഇതിനുണ്ട്. ഓഫ്ഷോർ ടെക്നീഷ്യന്മാർക്ക് ഫ്ലോട്ടിംഗ് ഹോട്ടലായും ഇത് പ്രവർത്തിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പരിസ്ഥിതി സൗഹൃദ കപ്പൽ നിർമ്മാണത്തിനുള്ള പ്രതിബദ്ധതയുടെയും സുസ്ഥിരമായിട്ടുള്ള സമുദ്ര പരിഹാരങ്ങളിലേക്കുള്ള നീക്കത്തിന്റെയും തെളിവ് കൂടിയാണ് ഈ ഒരു CSO. മൂന്നാമത്തേത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും അത്യാധുനികമായിട്ടുള്ള ഒരു ട്രെയിലർ സെഷൻ ഹോപ്പർ ഡ്രഡ്ജറാണ്, TSDH. DCI ഹെഡ്ജ് ഗോദാവരി എന്നാണ് ഇതിന്റെ പേര്. 127 മീറ്റർ നീളമുള്ള ഇതിന് 1200 ഘനമീറ്റർ ഹോപ്പർ കപ്പാസിറ്റിയും 36 മീറ്റർ വരെ ആഴത്തിൽ മണൽ നീക്കം ചെയ്യാനുള്ള കപ്പാസിറ്റിയും. നെതർലാൻഡ്സിലെ റോയൽ IHC എന്ന പ്രമുഖ കമ്പനിയുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇതിന് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളുടെ വിജയകരമായ നടപ്പാക്കലിന്റെ ഉദാഹരണമാണ്. തുറമുഖങ്ങളുടെ വികാസത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ആഴംകൂട്ടൽ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടായേക്കും. ഈ ഒരു ഡ്രഡ്ജ് നിലവിൽ ഇന്ത്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും അതുപോലെ തന്നെ സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമാണ്. ഈ 3 കപ്പലുകളുടെയും ജോയിന്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏതാണ്ട് 2000 കോടി രൂപയാണ്. ഈ ഒരു വലിയ പ്രോജക്ടുകൾ കമ്പനിയുടെ ഓർഡർ ബുക്കിൽ വലിയ ചലനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വളർച്ചയിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്നത് ഫ്രഞ്ച് ഷിപ്പിംഗ് ഭീമനായിട്ടുള്ള CMA CGM-ൽ നിന്നുള്ള ഏകദേശം 200 ദശലക്ഷം യൂറോയുടെ LNG കണ്ടെയ്നർ ഫീഡർ ഓർഡറാണ്. ഇത് വെറും സാധാരണ ഓർഡർ അല്ല, മറിച്ച് ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ആദ്യമായിട്ടാണ് ഒരു ആഗോള ലൈനർ ഓപ്പറേറ്റർ ഇന്ത്യൻ യാർഡിന് കണ്ടെയ്നർ കപ്പലുകൾക്ക് ഓർഡർ നൽകുന്നത്. 6 കപ്പലുകൾ, ഓരോന്നിനും 1700 TUE ശേഷി. 2029-നും 31-നും ഇടയിൽ ഇവയുടെ ഡെലിവറി നടക്കും. LNG-യിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ ഭാവിയിൽ ഗ്രീൻ അമോണിയ, മെഥനോൾ പോലെയുള്ള കുറഞ്ഞ കാർബൺ ഫ്യൂൽ ഉപയോഗിക്കാനും സജ്ജമാണ്. ഇത് CMA CGM-ന്റെ 2050-ഓടെ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിന് അനുസൃതമാണ്. ഒപ്പം ഇന്ത്യയുടെ സുസ്ഥിരമായിട്ടുള്ള സമുദ്ര ഗതാഗത കാഴ്ചപ്പാടിനും ഇത് വലിയ പിന്തുണ നൽകുന്നു. ഈ ഒരു പ്രോജക്ടിന് ദക്ഷിണ കൊറിയൻ കപ്പൽ നിർമ്മാതാക്കളായിട്ടുള്ള HD Hyundai ഹെവി ഇൻഡസ്ട്രീസുമായിട്ടുള്ള സാങ്കേതിക സഹകരണ കരാറും ഒരു മുതൽക്കൂട്ടാണ്. ഈ ഒരു സഹകരണം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സാങ്കേതിക മികവ് കൂടുതൽ ഉയർത്താനും ആഗോളതലത്തിൽ കോമ്പറ്റീറ്റീവ്നെസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഈ വിഭാഗം കൊച്ചിൻ ഷിപ്പ്യാർഡിനെ അന്താരാഷ്ട്ര വാണിജ്യ ഷിപ്പ് ബിൽഡിംഗ് ലീഗിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഒക്ടോബറിൽ 3 പുതിയ കപ്പലുകൾ ഇറങ്ങുമ്പോൾ അതിന്റെ വരുമാനം ഉടൻ തന്നെ കമ്പനിയുടെ അക്കൗണ്ടിൽ എത്തണമെന്നില്ല. കാരണം കപ്പൽ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുമായിട്ടാണ് വരുമാനം രേഖപ്പെടുത്തുന്നത്. എന്നിരുന്നാലും നിർമ്മാണ വേഗത കൂടുന്നത് ഫിനാൻഷ്യൽ ഇയർ 26-27 കാലയളവിൽ കമ്പനിയുടെ വരുമാനം 18-20% സംയുക്ത വാർഷിക വളർച്ചാ നിരക്കിൽ എത്താൻ സാധിക്കും. നിലവിൽ കമ്പനിക്ക് 3.5 വർഷത്തേക്കുള്ള ഓർഡർ ബുക്ക് വിസിബിലിറ്റി ഉണ്ട്.
അതായത് അടുത്ത 3.5 വർഷത്തേക്കുള്ള ജോലികൾ ഉറപ്പാണ് എന്ന്. വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് വിജയകരമായി നിർമ്മിച്ചതിന് ശേഷം ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള സാധ്യത കൊച്ചിൻ ഷിപ്പ്യാർഡിന് മുന്നിലുണ്ട്. ഏകദേശം 8,000 കോടി രൂപയുടെ ഓർഡർ ടെൻഡർ ഏരിയയിലാണ്. ഈ ഒരു സാധ്യത നിലനിൽക്കുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഈ ഒക്ടോബർ ലോഞ്ചുകൾക്ക് പിന്നാലെ നാവികസേന ഓഫ്ഷോർ റിന്യൂവബിൾ എനർജി, ഡ്രഡ്ജിംഗ്, LNG ഫീഡർ കപ്പലുകൾ, വിമാനവാഹിനി കപ്പൽ എന്നിങ്ങനെ 5 വലിയ പൈപ്പ് ലൈനുകളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരേ സമയം ഒരുങ്ങിയെത്തുന്നത്. ഇത് കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് വലിയ അടിത്തറ നൽകുന്നു. സാമ്പത്തിക കണക്കുകൾ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ശക്തമായ നിലയിലാണെന്ന് മനസ്സിലാക്കാം. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 2-ൽ കമ്പനിയുടെ വരുമാനം മുൻവർഷത്തെ ഇതേ ക്വാർട്ടറിലെ 1,011.7 കോടി രൂപയിൽ നിന്ന് 13% വർദ്ധിച്ച് 1,143.2 കോടി രൂപ ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 182 കോടി രൂപയിൽ നിന്ന് 4% വർദ്ധിച്ച് 189 കോടി രൂപയായിട്ട് മാറി. പ്രവർത്തന ലാഭം അഥവാ എബിറ്റിഡ 3.2% വർദ്ധിച്ച് 197.3 കോടി രൂപയായിട്ട് മാറി. കമ്പനിയുടെ ലാഭക്ഷമതയും വളരെ ശ്രദ്ധേയമാണ്. എബിറ്റിഡ മാർജിൻ 17.3%. നിലവിൽ PU അനുപാതം 55.5 ആണ്. ഇത് ഇൻഡസ്ട്രി ശരാശരിയേക്കാൾ ഉയർന്നതാണെങ്കിലും കമ്പനിയുടെ ശക്തമായിട്ടുള്ള വളർച്ചാ സാധ്യതകൾ ഇത് ന്യായീകരിക്കുന്നുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.06 ആണ്. ഇത് കമ്പനി ഏതാണ്ട് കടമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് സൂചിപ്പിക്കുന്നു. റിട്ടേൺ ഓൺ ഇക്വിറ്റി 15.8% ആണ്. ഓഹരി ഉടമകളുടെ നിക്ഷേപത്തിൽ നിന്ന് കമ്പനി എത്രത്തോളം നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കും. ഡിവിഡന്റ് ഈൽഡ് 0.54%. 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 4 രൂപ ഇടക്കാല ഡിവിഡന്റ് പ്രഖ്യാപിച്ചു. അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണിത്. ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് ഒരു അനുകൂല ഘടകമാണ്. 3.5 വർഷത്തിലേറെയുള്ള ഓർഡർ ബുക്ക്, ഓർഡർ വിസിബിലിറ്റിയോടെ 22,500 കോടി രൂപയുടെ നിലവിലെ ഓർഡർ ബുക്ക് കമ്പനിക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉറപ്പാക്കുന്നു. ക്വാർട്ടർ 1 ഫിനാൻഷ്യൽ ഇയറിൽ ഇതിന് 21,100 കോടി രൂപയായിട്ട് മാറി. ഗ്രീൻ ടെക്നോളജിയിലെ മുൻനിരക്കാരായിട്ട് നിൽക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന് LNG, ഹൈബ്രിഡ്, മെഥനോൾ തുടങ്ങിയ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജികളിലെ ചാർട്ടേഴ്സ് ആയതിനാൽ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സുസ്ഥിരമായിട്ടുള്ള ഷിപ്പിംഗ് ആവശ്യകതകൾ നിറവേറ്റാൻ കമ്പനിക്ക് സാധിക്കും. മികച്ച സാമ്പത്തിക ആരോഗ്യം, കുറഞ്ഞ കടം, ശക്തമായിട്ടുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ, ഉയർന്ന ഡിവിഡന്റ് പേ ഔട്ട് എന്നിവ കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിലെ ആധിപത്യം, ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള ഓർഡറുകൾക്ക് സർക്കാർ തലത്തിൽ മുൻഗണനയും സ്ഥിരതയുമുണ്ട്. പ്രതിരോധ മേഖലയിലെ സർക്കാർ ചെലവുകൾ കുറയ്ക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഈ ഒരു വിഭാഗം കമ്പനിക്ക് ഒരു വലിയ പിൻബലമാണ്. മറ്റൊരു കാര്യം ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യകതയാണ്. ഇന്ത്യയുടെ തുറമുഖങ്ങളുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള 200 കോടി ടൺ ഡ്രഡ്ജിംഗ് ആവശ്യകത PSHDകൾക്ക് വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുന്നു. DCI ഡ്രഡ്ജ് ഗോദാവരി പോലെയുള്ള കപ്പലുകൾ ഈ ഒരു ആവശ്യം നിറവേറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ ആഗോള തലത്തിലുള്ള അംഗീകാരം, CMA, CGM പോലെയുള്ള ആഗോള കമ്പനികളിൽ നിന്ന് ലഭിച്ച ഓർഡറുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര നിലവാരവും സാങ്കേതിക ശേഷിയും അംഗീകരിക്കുന്നതിന് തുല്യമാണ്. സാങ്കേതിക സഹകരണം, HD ഹുണ്ടായി പോലെയുള്ള ആഗോള ഭീമന്മാരുമായിട്ടുള്ള സഹകരണം കമ്പനിയുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുകയും പുതിയ വിപണികളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതികൂല ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ വാല്യുവേഷൻസിൽ P റേഷ്യോ 55.4 ആയിരിക്കുമ്പോൾ കമ്പനി മികച്ച വളർച്ചാ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിലവിലെ വാല്യുവേഷൻ ചില നിക്ഷേപകർക്ക് ഉയർന്നതായി തോന്നിയേക്കാം. അതുപോലെ തന്നെ സൈക്ലിക്കൽ സ്വഭാവം, ഷിപ്പ് ബിൽഡിംഗ് വ്യവസായത്തിന് ഒരു സൈക്ലിക്കൽ സ്വഭാവമുണ്ട്. സ്റ്റീൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, വിദേശ നാണയ വിനിമയ നിരക്കുകൾ, കപ്പൽ ഡെലിവറിയിലെ കാലതാമസങ്ങൾ ഇവയെല്ലാം കമ്പനിയുടെ ലാഭത്തെയും പ്രവർത്തനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രതിരോധ ഓർഡറുകളിലെ കാലതാമസം, പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ഓർഡറുകൾക്ക് സ്ഥിരതയുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ബജറ്റ് സംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള കാരണങ്ങളാൽ അവയുടെ ഡെലിവറിയിൽ കാലതാമസം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങൾ, കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ കപ്പൽ നിർമ്മാണ കമ്പനികളുമായിട്ടുള്ള മത്സരം, ഓഹരി വിലയിലെ ചാഞ്ചാട്ടം, അതിന്റെ 52 വീക്കിലെ ഉയർന്ന നിലവാരത്തിൽ നിന്ന് ഏകദേശം 8% താഴെയാണ് ഇപ്പോഴും ഓഹരി വിലയുള്ളത്. ഈ ഒരു ഹ്രസ്വകാലത്തേക്ക് ഓഹരിയിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂഷൻ റിസ്കുകൾ വലിയതും അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള കപ്പൽ നിർമ്മാണ പ്രോജക്ടുകളിൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തൊഴിലാളി പ്രശ്നങ്ങൾ, സപ്ലൈ ചെയിൻ തടസ്സങ്ങൾ ഇവയൊക്കെ ഒരു പ്രതീക്ഷയാണ്, ഇവയൊക്കെ ഒരു സാധ്യതകളാണ്. ഈ ഒരു റിസ്കുകൾ എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓഹരി മാർക്കറ്റിലെ ഇനിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളും അഭിപ്രായങ്ങളും അറിയാൻ ഈ ചാനൽ ഉപകരിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഒക്ടോബർ 18 കൊച്ചിൻ ഷിപ്പ്യാർഡ് 3 പുതിയ കപ്പലുകൾ ഒരേ സമയം നീറ്റിലിറക്കുകയാണ്. കമ്പനിയുടെ സാങ്കേതിക മികവിന്റെയും വരുമാന സാധ്യതകളുടെയും ആഗോളതലത്തിലുള്ള പ്രശസ്തിയുടെയും ഒരു വലിയ കുതിച്ചുചാട്ടമാണ്. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ മേഖലയുടെ വളർച്ചയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു. 22,500 കോടി രൂപയുടെ ശക്തമായ ഓർഡർ ബുക്ക്, CMA, CGM-ൽ നിന്ന് ലഭിച്ച LNG ഫീഡർ കപ്പലുകൾക്കായിട്ടുള്ള മെഗാ കോൺട്രാക്ട്, HD ഹുണ്ടായുമായിട്ടുള്ള സാങ്കേതിക സഹകരണവും കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്. ഡിഫൻസ്, ഓഫ്ഷോർ റിന്യൂവബിൾ എനർജി, ഡ്രഡ്ജിംഗ്, LNG കപ്പലുകൾ, ഭാവിയിലെ വിമാനവാഹിനി കപ്പൽ നിർമ്മാണം എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലെ സാധ്യതകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ഒരു ഗോൾഡൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.
സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.